Hello friends, welcome to the new episode of The Attitudes. I am Carolyn Vinod Katukaran. And I am Joanna Theresia Patasheri, and we are students of Class 4B. As we begin, I cordially welcome Reverend Father Davis Madayana, our regard, to say a few words. പ്രിയ വിശ്വാസ പരിശീലന രംഗത്തുള്ള കുട്ടികളെ, അധ്യാപകരെ, മാതാപിതാക്കന്മാരെ, കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മുടെ ഇടവകയിലെ വിശ്വാസ പരിശീലന വിഭാഗം ബി ആറ്റിറ്റ്യൂഡ് എന്ന പേരിൽ വിശുദ്ധന്മാരെ പരിചയപ്പെടുത്തുന്ന പരിപാടികൾ, മറ്റു പരിപാടികളൊക്കെ ആയിട്ട് വളരെ സർഗാത്മകമായ പരിപാടികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ധാരാളം കുട്ടികളുടെ സർഗ വൈഭവ ശക്തി വെളിവാക്കുന്ന പരിപാടികളായിരുന്നു അത്. അധ്യാപകരും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് 4B ക്ലാസ്സിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ വിശുദ്ധ യൂദാ തദ്ദേവുസിനെ പറ്റി ഒരു വീഡിയോ ഇറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അരുൺ സാറിനും അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും എൻ്റെ അഭിവാദ്യങ്ങളും ആശംസകളും. ഒക്ടോബർ 28-നാണ് യൂദാ തദ്ദേവുസ് പുണ്യവാൻ്റെ തിരുനാൾ തിരുസഭയിൽ കൊണ്ടാടുന്നത്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന തീഷ്ണമതിയായിരുന്നു യൂദാ തദ്ദേവുസ്. ഒരേ പേരുകാരായ 2 പേര്, യൂദാ തദ്ദേവുസും യൂദാ സ്കറിയോത്തയും. സുവിശേഷം യോഹന്നാൻ പറയുന്നു, യൂദാസ് കറിയോത്തയല്ല, യൂദാസ് തദ്ദേവുസ് എന്ന് ഇദ്ദേഹം അറിയപ്പെടണം. അങ്ങനെ തീഷ്ണതയുടെ അടയാളമായി അദ്ദേഹത്തിൻ്റെ ഛായാചിത്രങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിൽ തീനാളങ്ങൾ കാണാൻ പറ്റും. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിൻ്റെയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷം പ്രഘോഷിക്കുന്നതിൻ്റെയും യേശുവിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ നൽകുന്ന രക്തസാക്ഷിത്വത്തെ കുറിക്കാനായിട്ടും ഈ ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ പരിചയം ഇതിൻ്റെ പേരിലൊന്നുമല്ല. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ടാണ് യൂദാ തദ്ദേവുസ് അറിയപ്പെടുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ, എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ യൂദാ തദ്ദേവുസിനോട് പ്രാർത്ഥിച്ചാൽ, അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇടപെടുകയും നമുക്ക് തടസ്സങ്ങൾ മാറ്റിത്തരുന്നു, നഷ്ടപ്പെട്ടത് വീണ്ടും കിട്ടുന്നു, അസാധ്യമായ കാര്യങ്ങൾ സാധിച്ചു തരുന്നു. അപ്പോൾ ആ വിശുദ്ധനെ കൂടുതൽ അടുത്ത് പരിചയപ്പെടുവാനായിട്ട് ബി ആറ്റിറ്റ്യൂഡിൻ്റെ ഈ എഡിഷൻ സഹായകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ വിശുദ്ധനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇടയാകട്ടെ. Thank you, Father. Now we welcome Reverend Father Charles Tetayel, Assistant Vicar, to convey his message. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബി ആറ്റിറ്റ്യൂഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് 4ാം ക്ലാസ് ബിയിലെ കുട്ടികളും അവരുടെ അധ്യാപകനും കൂടിയാണ് ഈ ബി ആറ്റിറ്റ്യൂഡിൻ്റെ വീഡിയോ ഇറക്കുന്നത്. 23 കുട്ടികളാണ് 4 ബിയിലുള്ളത്. എല്ലാവരും വളരെ ഭംഗിയായി ഈശോയെക്കുറിച്ചും വിശുദ്ധ യൂദാ തദ്ദേവുസിനെ കുറിച്ചും സംസാരിക്കുകയും പ്രസംഗിക്കുകയും പാട്ടിലൂടെ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും ആശംസകളും പറയുകയാണ്. പൊതുവെ വിശുദ്ധ യൂദാ തദ്ദേവുസിനെ കുറിച്ച് പറയുന്നത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നാണ്. അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് നടത്തിത്തരുന്ന വിശുദ്ധനാണ് വിശുദ്ധ യൂദാ തദ്ദേവുസ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് അസാധ്യമായ കാര്യങ്ങളായിക്കോട്ടെ, പഠന മേഖലയായിക്കോട്ടെ, ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ഈ വിശുദ്ധൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് നമുക്ക് നടത്താൻ പറ്റട്ടെ. ഈ ഒരു ദിവസം ഈ വിശുദ്ധനെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിശുദ്ധന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും, ബഹുമാനപ്പെട്ട ക്ലാസ് ടീച്ചർ അരുൺ വടക്കൻ സാറിനും പ്രത്യേകമായിട്ട് നന്ദിയും ആശംസയും പറയുകയാണ്. ഈ സൺഡേ നമുക്ക് ആഘോഷമാക്കാം, ആത്മീയമായൊരു ഉത്സവമാക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. Thank you, Father. Let me welcome Reverend Sister Gracelyn, our beloved headmistress, to share some thoughts. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധരെ അറിയുന്നത് വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് നമുക്ക് ഒരു പ്രേരണയായിത്തീരുന്നു. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ യൂദാശ്ലീഹ ക്രിസ്തുവിൻ്റെ ഈ അപ്പസ്തോലനെ കൂടുതൽ അറിയുന്നത് ക്രിസ്തുവിനെ അറിയുന്നതിനും
ക്രിസ്തു വഴികളെ അനുകരിക്കുന്നതിനും നമുക്ക് കാരണമാകും. 4ാം ക്ലാസ് B ഡിവിഷനിലെ കുട്ടികൾ ഒരുക്കുന്ന ബി ആറ്റിറ്റ്യൂഡ് പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. Thank you, Sister Gracelyn. It gives us great pleasure in introducing all of you to a wonderful saint who died as a martyr, Saint Jude. St. Jude's feast is celebrated on 28th October. In the Roman Catholic Church, he is the patron saint of desperate cases and lost causes. He is generally identified with Thaddeus and is also variously called Jude of James, Jude of Thaddeus, Judas Thaddeus, or Lebbeus. St. Jude was born in the 1st century AD in Galilee, a part of the Roman Empire. St. Jude's attribute is a club. He is often shown in icons with a tongue of flame above his head. This represents his presence at Pentecost, when he received the Holy Spirit with the other apostles. Now we shall hear a song about St. Jude by our beloved class choir. Let us welcome them. The song will be followed by the novena to St. Jude. Let us participate in it and ask St. Jude to intercede for us. Great St. Jude in heaven's glory, patron of all helpless souls, in our trials be our refuge, help us in our present woes. Great St. Jude in heaven's glory, patron of all hopeless souls, in our trials be our refuge, help us in our present woes, ever praying, interceding, desolation, endless pleading, Saint of God, magnificent, hear thy clients of Leon. Saint of God, magnificent, hear thy clients of Leon. Humans heart in desperation miss the dreary toils of life. Countless thousands have you strengthened by their power in the strife. See a suffering sad and lonely voices calling from afar. In the night of Satan's darkness, show us Jesus' brilliant star. Sent his graces for salvation in the midst of desolation. Saint of God, magnificent, hear thy glance suppliant. Saint of God, magnificent, hear thy glance suppliant. Most holy apostle, Saint Jude, faithful servant and friend of Jesus, the Church honors and invokes you universally as the patron of hope. Please intercede on my behalf. Make use of the privilege given to you to bring hope, comfort, and help where they are needed most. Come to my assistance in this great need, that I may receive the consolation and help of heaven as I work with my challengers, particularly protection from COVID. I promise, blessed Saint Jude, to be ever mindful for this great favor, to always honor you as my special and powerful patron, and to gratefully encourage devotion to you. Amen. Carry encouraging words of wisdom about life from St. Jude, patients and supporters with you throughout your day, and share them with those you know and love.
If you don't have hope, you really don't have anything. Don't tell me the sky is the limit when there are footprints on the moon. Thank you. The words of St. Jude. But you, beloved, build yourselves up in your most holy faith. Pray in the Holy Spirit. Keep yourselves in the love of God. And wait for the mercy of our Lord Jesus Christ that leads us to eternal life. St. Jude preached the gospel with great passion, often in the most difficult circumstances. Through the power of the Holy Spirit, he made profound differences in people's lives as he offered the Word of God. The Gospel tells us that St. Jude was a brother of St. James the Less, who was one of the apostles. They are described in the Gospel of Matthew, the brethren of Jesus, probably cousins. St. Jude is often confused with Judas Iscariot, the betrayer. These are some of the pilgrim centers in Kerala. St. Joseph's Church and St. Jude's Pilgrim Center, Pala. St. Jude's Church and Pilgrim Center, Adimali. St. Jude's Church, Devara. St. Jude's Pilgrim Center, Edathala. St. Jude is addressed in John 14:22 as Judas but not Iscariot to avoid confusion with the betrayer of Jesus, Judas Iscariot. The tradition of calling him Jude rather than scriptural Judas is likely to avoid such confusion. According to John 14:22-23, Jude, after Jesus completed the Last Supper and announced his manifestation to his disciples, asks Lord, "How is it that you will reveal yourself to us and not to the world?" After Jesus' ascension, Jude's history is unknown. Thank you. According to history, Saint Jude's body was brought from Beirut to Rome and was placed in a crypt in St. Peter's Basilica, which is visited by many devotees. According to tradition, St. Jude suffered martyrdom about 65 AD in Beirut in the Roman province of Syria. According to another popular tradition, the remains of St. Jude were preserved in an Armenian monastery on As Island in the northern part of Issyk-Kul Lake in Kyrgyzstan at least until mid-15th century. Good morning all. Dear Father Davis Madavana, dear Assistant Vicar Father Charles Thatale, dear Headmistress Sister Gracelyn, my dear colleagues and my dear students and parents. It is very fair to conclude that our video presentation is a great success. My students and their parents have contributed in so many ways to turn this video presentation into a success. First of all, I would like to thank Father Davis Madavana, as he shows kind-heartedness for giving us a meaningful message about St. Jude. I express my sincere gratitude to Father Charles Thatale and Headmistress Sister Gracelyn for giving us a wonderful message. I express my sincere thanks to Mr. Aravind, who edited this video presentation in a nice manner. And last and most importantly, I express my sincere thanks to my little children
of class 4B. It is worth to mention that 99% of students of class 4B have actively participated in this video presentation, and I express my sincere gratitude to all the parents who have prepared their children for this video presentation. And once again, thank you all.